മൈൻക്രാഫ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ബെഡ് വാർസ് എന്ന് വെച്ചാൽ ബ്ലോക്ക് മാൻഗോ. അപ്പോൾ ഗൈസ് ബ്ലോക്ക് മാൻഗോയുടെ ലൈറ്റാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം യൂട്യൂബ് ചാനൽ പിന്നെ വന്നത് നമ്മൾ. അപ്പോൾ ഗൈസ് ജാവഡിഷിൻ്റെ വീഡിയോ ഇന്നെ എടുത്തില്ല. നമ്മൾ അവധിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് അടുത്ത അവധിക്കല്ലേ ആയിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും ഒരു വലിയൊരു സോറി. അപ്പം പിന്നെ നമ്മൾ ഊസ് ഗെയിമിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പറഞ്ഞു നിന്നിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ലെറ്റ്സ്. അപ്പോൾ നമ്മൾ തന്നെ വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ 17 ഇത് കിടപ്പുണ്ട്. ഇത് ലൈറ്റാണ് ഗൈസ്. ഞാനിത് ഒരു വട്ടം കളിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഗെയിമാണ് ഗൈസ്. നിങ്ങൾ കളിച്ചിട്ടുണ്ട് ഇത് കളിച്ച് ജയിച്ചിട്ടുള്ള പ്രോ പ്ലെയേഴ്സ് ആണെങ്കിൽ കമൻറ്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ വാളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ നമ്മളപ്പം ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇത് വരും. എന്നിട്ട് വേറൊന്നുമില്ല. ബെഡ് വാർ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഈ ബെഡ് മാത്രം നമ്മൾ സൂക്ഷിക്കാൻ മതി, വേറൊന്നും സൂക്ഷിക്കണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നിന്നിട്ട് തന്നെ നമുക്ക് ബെഡ് അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 100 ആണ് ഗൈസ്. അതെ, ഒരു 100 അത്രയൊക്കെ ഉള്ളൂ ടീമാണ്. ഓക്കെ, ഇത് മഞ്ഞ ടീമാണ് ഗൈസ്. നമ്മൾ മഞ്ഞ കളറാണ്. നമുക്കൊരു കാര്യം നേരെ എന്നൊരു ബെഡ് അങ്ങ് പൊട്ടിക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ പ്രോ പ്ലെയർ ആണെന്ന് വെച്ചാൽ നഹി എന്താണെന്ന് നിൽക്കണില്ലേ. ഞാനല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, സ്വിച്ച് അങ്ങനെ നിൽക്കുക. ഓനു ഗൈസ് എന്നെ ഇപ്പോൾ കൊല്ലു. ഞാൻ പോന്നു. കൊല്ലു പെട്ടെന്ന് കൊല്ലു. ഓ ഗൈസ്, ഇത് എന്തൊരു കഷ്ടം. ഇത് എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എനിക്ക് ലാഗ് അടിച്ച്. ഇപ്പോൾ ലാഗ് മാറി. അപ്പോൾ പെട്ടെന്ന് ബെഡ് പൊട്ടിക്കട്ടെ. ഇവിടെ ബെഡുണ്ടോ അവിടെ മൈൻ? ഓക്കെ, അവിടെ ബെഡൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങായിരിക്കും ബെഡുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് നമ്മൾ താഴെ വീഴത്തൊന്നുമില്ല. നമ്മൾ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആയിട്ടായിരിക്കും ബെഡുള്ളത്. പച്ച കളറാണിത്. അപ്പോൾ ഓടിച്ച് നമുക്ക് ആ ബെഡ് അങ്ങ് പൊട്ടിക്കാം. പച്ച ടീമിനെ അങ്ങ് ഔട്ടാക്കാം. ഓക്കെ, ബെഡ് പൊട്ടിക്ക് പെട്ടെന്ന് ഷടപടേന്ന് പൊട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രീൻ ടീമിനെ തോപ്പിച്ചേക്കാണ്. നമ്മൾ ഇതിനകത്ത് പ്രോ പ്ലെയർ ആണല്ലോ ഗൈസ്. എന്തെടുക്കാനാണ്, നമ്മളങ്ങ് പ്രോ പ്ലെയർ ആയി പോയില്ല. ഓക്കെ, നമുക്കപ്പോൾ കണ്ടമ്പഴി എന്തൊരു സിക്സാഗോ. ഓക്കെ, നമ്മളടുത്തോട്ട് ആരെങ്കിലും വന്നോന്ന് എനിക്കൊരു സംശയം. പച്ച കളറല്ലാതെ ഇത് നീല ടീമല്ലേ? നീലയുടെ ബെഡ് പൊട്ടിക്കാം. എൻ്റെ കൂടെ നിൽക്കുന്നവന്മാരൊന്നും ആരെയും കൊല്ലത്തൊന്നുമില്ല, ഇത് ഔട്ടാക്കത്തൊന്നുമില്ല പൊട്ടന്മാർ. ഓക്കെ, ഇത് നീല ടീം. ടച്ചൻ കൊല്ല്. ഓക്കെ, ഓനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്തെടുക്കാനാണ്, നമ്മൾ വലിയ പ്രോപ്പർ ആയിപ്പോയില്ലേ. അപ്പം നീലയെ ഞാൻ തീർത്തിട്ടുണ്ട്. നീലയൊക്കെ നമുക്ക് ഇതൊക്കെ എന്ത്. ഓക്കെ, ലവന്മാർ വന്ന് നമ്മളെ ഓക്കെ, ഒരു ഡയമണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സർവൈവലൊന്നും ചെയ്യാൻ പറ്റൂല. ഓ, ഇത് പൊട്ടിച്ചേട്ടെ. അങ്ങോട്ട് നടക്കണമെങ്കിൽ പൊട്ടിക്കണം. ഓക്കെ, ഞാൻ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഏതാണ് സ്ഥലം? റെഡുകളുടെ സ്ഥലം. റെഡിനെ ഞാനിന്ന് പോപ്പിക്കും. റെഡിൻ്റെ ബെഡ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. റെഡൊക്കെ എവിടെയാണ് വന്നതെന്ന് നോക്കാം. റെഡിൻ്റെ ബ്രിഡ്ജ് പോകുന്നത് അതുകൊണ്ട് അതാന്ന് തോന്നുന്നു റെഡിൻ്റെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അവിടേക്ക് അത് ബെഡ് അങ്ങ് പൊട്ടിക്കാം. മച്ചന്മാരെ എന്തൊക്കെയുണ്ട്? ചുഖം തന്നെ? ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊരു ബെഡ് പൊട്ടിക്കാൻ വന്നതാ. ഓക്കെ, ബെഡ് പൊട്ടിച്ചിട്ടുണ്ട്. റെഡുകാരി തോറ്റുപോയി. എന്നെ ഒന്ന് കൊന്നേ. പെട്ടെന്നൊന്ന് കൊല്ലുന്നു. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അതാ കൊന്നു. ഞാൻ മനഃപൂർവ്വം ചത്തതാ. ഓക്കെ, നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് തിരിയാനൊന്നും പറ്റുന്നില്ല. എൻ്റെ പൊന്നു മച്ചാൻ എന്തിനാ എന്നെ അടിക്കുന്നേ? ഓ, ഇവനെ അടിക്കായിരുന്നല്ലേ. ഗൈസ്, എനിക്ക് ക്യാമറ നമ്മളെ ബെഡ് എന്തിയേ? ഗൈസ്, നമ്മളെ ബെഡ് കാണുന്നില്ല. ഇവനിതെന്തിനാ അപ്പോഴും അവിടെ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? ഒരു ഡേസിനകത്തിൽ ലാഗ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ വരാം. ഓക്കെ, ലാഗ് മാറി.
ഇല്ല, ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മിനിറ്റ്, ചത്ത പറ്റത്തുള്ളൂ. എന്തോ ഒരു ഗ്ലിച്ച് ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. എന്തോ ഒരു ഗ്ലിച്ച് കാരണമാണ് നമ്മളിത്. ഓ ഗായ്സ്, നമ്മളെ ബെഡ് ആരാണ്ട് വെട്ടി. റെഡുകാരെങ്ങാണ്ടാ വെട്ടിയത്. അതുകൊണ്ടാണ് പണി പാളിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോബിയിലോട്ട് പോകണ്ട. ഇതാണ്ട് നമ്മളാണ് ഇതാണ്ട് ഇത്. മച്ചാനെ പെട്ടെന്ന് കൊല്ലടാ. പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. ഓക്കെ, നമുക്കപ്പം ബാക്ക് ടു ലോബിയിലോട്ട് പോവാം. നമുക്കൊന്നും കൂടെ ഇതിനകത്ത് കയറാം ഗൈസ്, ടീമിനകത്തോട്ട് കയറാം. റീ എൻട്രി ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഗെയിം റീ എൻട്രി ആകുമെന്ന് തോന്നുന്നു. ഞാനത് എടുത്തപ്പോൾ ഇതുപോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മാപ്പ് ലോഡിങ്. അപ്പോൾ ഈ വട്ടം നമ്മൾ തോക്കത്തില്ല, ഒരിക്കലും തോക്കത്തില്ല. നമ്മൾ ഏതെങ്കിലും വെക്കാൻ പോവാം. കുറേ ആൾക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിലില്ല, വേറൊരു വീട്ടിലാണ്. കാര്യം കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടായി. അതാണ് ഇത്ര നാളും വീഡിയോ വരാൻ മതി. ഓക്കെ, പെട്ടെന്ന് കൂടെ ലോഡാവും. ഓക്കെ, എന്താ കൊണ്ടടാവ് എന്തെങ്കിലും ലോഡാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഇഷ്ടം നിങ്ങൾ ലോഡായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ്ടൊക്കെ ക്ലാം ചെയ്യാൻ പറയുന്നുണ്ട്. ക്ലാം. ഓക്കെ നമുക്കപ്പം അങ്ങോട്ട് കാണാം. അപ്പോൾ നമ്മളാണ്ടിപ്പം നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. ഇതിനകത്തൊക്കെ ഞെക്കാൻ പറയുന്നുണ്ട്. 20 രൂപ കൊടുത്ത് ഏതാണ്ടൊക്കെ മേടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തിൽ ഒരു തേങ്ങ എനിക്ക് അറിഞ്ഞൂടെ. അതാണ് ഞാനിങ്ങനെ പറയണത്. ഇത് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെന്ന് അറിയാം. ഇപ്പോഴാണ് ഗൈസ് നമ്മൾ മാപ്പ് സ്റ്റാർട്ടാവുന്നത്. എന്തെടുക്കാനാ? ഞാൻ വിചാരിച്ച് ലോഡായിട്ട് നമ്മൾ കയറിയെന്ന്. കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോഡിങ് പ്ലെയർ ഡാറ്റ. ഓക്കെ, പ്ലെയർ ഡാറ്റ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും ലോഡാവും. ഇതൊന്നും ലോഡാവും. കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്ന് തട്ട് വന്ന് അപ്പോൾ ഗൈസ് കുറേ പേരുണ്ട്. നമ്മളിന്ന് ജയിക്കും ഗൈസ്, ഉറപ്പാണ്. നമ്മളൊന്നും തെറ്റിക്കത്തില്ല. മച്ചാനെ നമ്മളൊന്നും തെറ്റിക്കത്തില്ലെന്ന് വാക്കെടുത്തേക്കുക. ഇത് ബെഡ് വാർ തന്നെയാണ്. അതാണ്ട് ബെഡ് മൂടുന്നു. മച്ചാനെ ബെഡ് അങ്ങ് മൂടിയവരെ ഞാൻ കുറച്ചും കൂടെ സാധനങ്ങൾ വെക്കാം അവിടെ. അതാകുമ്പോൾ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ വട്ടം നന്നായിട്ട് ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പം നീ ഇവിടെ ബെഡിനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ആരോട് പറയാൻ ആര് കേൾക്കാൻ. ഓക്കെ, എന്തിരി ആ ബ്ലോക്ക് അവിടെ വെക്കുന്നു. അവനവിടെ നിൽക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളതിലൊരു വുഡൻ്റെ ആണ് ഇരിക്കണത്. പക്ഷേ വുഡിൻ്റെ നമുക്ക് പറ്റൂല. നമുക്ക് കുറച്ച് കോയിൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇവിടെയിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞോട്ട്, ഇവിടെയിട്ട് കുറേ കോയിൻ നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളെ ടൂൾസും ആർമർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്നാണ്ട് ഇവന് അയണിട്ട് വെക്കുന്നുണ്ടില്ല. അതുപോലെ നമുക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആർമർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്ന സകല സാധനം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇതിനകത്തിൽ ബാറ്റിൽ റോയൽ ഉണ്ട്. നമ്മളെ പബ്ജി പോലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഒരു ദിവസം ഇടാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എല്ലാവരും തീർത്ത് കളയാം. ഓക്കെ, കുറച്ച് 17 രൂപ എൻ്റെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളെ സാധനം അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഗോൾഡിൻ്റെ ആക്കിയിട്ടുണ്ട്. ഈ ടെസ്റ്റിനകത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇൻവെൻട്രി ഇൻവെൻട്രി എങ്ങനെയാണ് നടക്കുന്നേ? ഇങ്ങനെ ചെയ്താൽ മതിയോ? അല്ല എന്തോ ഇത് നമ്മളത് അതൊക്കെ മേടിച്ചാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ പെട്ടെന്ന് പണി തുടങ്ങാം. രണ്ട് അവന്മാരവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പം ചെന്ന് കളത്തിലോട്ടങ്ങ് ഇറങ്ങാം.
ഇതാരാടെ ഇവിടെ ആയിട്ട് മറയ്ക്കാതെ വെച്ചേക്കുന്നേ? ഇവന്മാരൊരു പൊട്ടന്മാർ തന്നെ. ഓക്കെ. ഓ നോ ഗൈസ്, ഇവിടെ വരെ ഈ ഒരു സാധനം വന്നിട്ടുള്ളൂ. കുറച്ച് സാധനം കൂടെ ബ്ലോക്കും കൂടെ എനിക്ക് വേണോടാ മച്ചാനെ. കുറച്ച് ബ്ലോക്ക് കിട്ടാനുണ്ടോ മച്ചാനെ? മച്ചാൻ, ഞാൻ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. നമുക്ക് ബ്ലോക്ക് അവിടെ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്. ഒരു ബ്ലോക്കും എല്ലാം തരുന്നുണ്ടോ? ആ അതാണ്ട് ബ്ലോക്ക് ഒന്ന് തരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇത് 4 എണ്ണം വേണം. ഓക്കെ, ഇതിൽ കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. 15 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്ലാസ്സാണ് കിട്ടിയത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലാസ്സും വെച്ചിട്ട് അങ്ങ് പോവാം. പ്ലേസ് ഇന്നത്തെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ വേണമല്ലോ. ഓ സോറി, പ്ലേസ്. ഓ ഇതിനെ നമുക്ക് ക്രൗച്ച് ചെയ്തിരിക്കണ്ട. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വെച്ച് പോവാം. ഓ ഈ ഒരു ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് എത്താം അവിടേക്ക്. ഓ ദാണ്ട് ഇവൻ വെച്ച് പോകുന്നുണ്ട്. പിന്നെ എന്തിനാ ഞാൻ വെക്കുന്നേ മച്ചാനെ? അങ്ങനെ തന്നെ ഞാൻ അങ്ങ് ദൂരോട്ട് പോട്ടെ. ഓക്കെ, അവിടെ ഗ്രീൻ ടീമുണ്ട്. നമുക്കപ്പോൾ ഗ്രീൻ ടീമിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം. ഓക്കെ, അവനെ നമ്മൾ ആകാശത്തോട് പറഞ്ഞിട്ടിട്ടുണ്ട്. അവൻ്റെ ആത്മാവാണ് നമ്മൾ കണ്ടത് വെള്ള കളറിൽ. ഓക്കെ, നമുക്കിപ്പോൾ ഓടിച്ച അവന്മാരെ ബെഡങ്ങ് പൊട്ടിക്കാം. അവനെ റീച്ച് ആവത്തില്ല അല്ലേ? ആ റീച്ച് ആവും. അയ്യോ ഗൈസ്, അവൻ എന്നെ തള്ളി താഴെയിട്ട്. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ വരാം. ഞാനിപ്പം വരുന്നുണ്ട്. എൻ്റെ ആത്മാവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തലയിട്ടാട്ടിരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ചു വന്നു. ഐ ആം ബാക്ക്. അള്ള പെണ്ണെ എന്നോടാ കളി. ഓഹോയ്, നമ്മളെ ഭയങ്കര സ്കില്ലാണ് ഗൈസ്. നമ്മളെ സ്കില്ലെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്കില്ലാണ്. ആർക്കും അറിയാത്ത സ്കില്ലാണ്. ഓക്കെ, ഇവന്മാരാണ്ട് ഇത് ഇവിടെ റെഡ് കോട്ടയല്ലേ ഇത്? ഇവൻ ഞാൻ തീർത്തോളാം. അത് നമ്മളെ എതിരായിട്ട് വരും. ഓക്കെ, അവനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവന്മാർ ഇവിടോട്ട് കേട്ടില്ലേ? ഓ നോ ഇവന്മാർ നമ്മളെടുത്തിട്ട് വരാൻ നോക്കുന്നത്. ഇവന്മാർ 2 പേരുണ്ട്. എനിക്ക് തന്നെ അങ്ങോട്ട് എതിരിടാൻ പറ്റൂല. ഇവന്മാർ പറഞ്ഞ മക്കളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞു വേണം. 9 ആയി 5 ആയി. അവനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് പകുതിയായി. ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കഴിച്ച് നമ്മളെ ലൈഫാക്കാം. ഓക്കെ, നമ്മൾ ഫുൾ ആപ്പിളും കഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല. കയറി അടിയോടടിയായിരിക്കും. പെട്ടെന്ന് നല്ല രസമാണ് കേസ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം പോകുന്നേ അറിഞ്ഞുകൂടാ. അയ്യോ, അവന്മാരുടെ ബെഡ് ഇവിടെ ആയിരുന്നു. ഞാൻ ചത്താലും കുഴപ്പമില്ല, അവന്മാർ ബെഡ് പൊട്ടിച്ചിട്ടേ പോത്തുള്ളൂ. അത് മാറി ഇവിടെ വെച്ചിറക്കാ. ഓക്കെ, ഗ്രീൻ ടീം പോയി. ഓക്കെ, ഈ സമയം നമ്മൾ ബെഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ് ഇത് വടിയല്ലേ? ഓക്കെ, എനിക്ക് വടിയൊക്കെ ഉണ്ട് കേസിനകത്തിൽ. ഓക്കെ, റെഡ് ടീം അവിടെ ആണുള്ളത്. ഇവനെ അങ്ങ് തെള്ളി താഴെ ഇട്ടേക്കാം. കാരണം നിങ്ങൾ ചത്തറാ മച്ചാന്മാർ. അവന്മാർ നമ്മളെടുത്തോട്ടാണോ പോകുന്നത്? ഓ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായില്ല. റെഡ് ടീമിലെ റബയോ എന്തോ ഒരു പേര്. അച്ഛനൊന്ന് പെട്ടെന്നാവും. ഓക്കെ, ഓ നോ, ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും പോയി. അയ്യോ തൊണ്ട് ഇവനാണ്ട് തീർക്ക് നമ്മളെ ബെഡ് പൊട്ടിക്കാൻ വന്നതാ. ഓ നോ, നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കോടെ ഇവിടെ. ഓ ഇവനെയും കൊണ്ട് എൻ്റെ കൂടെ കളിക്കാൻ കുറേ പേര് വേണം. ജസ്റ്റ് യൂസിനാവൻ പൊട്ടിക്കാതെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ അവൻ പൊട്ടിച്ചു തന്നെ ഇവിടെ. ഓക്കെ, ഇവിടെ വെള്ളമൊക്കെ ഇരിക്കുന്നു. ഓ എനിക്ക് കുറേ ബ്ലോക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മൊത്തം മറക്കാം. ഓ എവിടെ ഇവൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ഇവനാണെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്നു. ഇതെന്നെ മഞ്ഞ ടീം കണ്ടിട്ട് നമ്മളെ ബെഡ് പൊട്ടിക്ക് ഒരുത്തം വന്നു. ഇവനെ ഞാൻ തീർത്തോളാം തന്നെ. അവൻ്റെ വീട്ടുകാരാവാൻ വലിയ ആളാണ്. ഞാൻ ബെഡ് സംഭരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ബെഡിൻ്റെ ഇവിടെ കുറേ ഇത് വെച്ചേക്കാം. അവന്മാർ വന്ന് ഇവൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഏക്കി നിൽക്കുവാണോ? ബ്രോ, ഞാൻ നെറ്റ് പോയി കിടക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് ഫുള്ളി നമ്മൾ മൊബൈൽ ഡാറ്റയിലാണ് കളിക്കുന്നത്. മൊബൈൽ ഡാറ്റ ഇട്ട് നമ്മൾ ഫുള്ള് മൂടുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ അവന്മാർ പെട്ടെന്ന് കയറി അടിച്ചു കളയും. ഓക്കെ,
പിന്നെ മൈൻക്രാഫ്റ്റിനെ പോലെ തന്നെ അല്ല, എന്നാലും നല്ല രസമാണ് ഗൈസ്. നല്ല ഫണ്ണാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ഗെയിമാണ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയ ടെക്നിക്കൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് കയറി നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടെ നോക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യിക്കണം. ഓക്കെ, മഞ്ഞ ബെഡ് ആരെങ്കിലും എടുത്തു? ഇല്ല. അന്ന് നമുക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? ഏതാണ് ഞാൻ നോക്കണത്. ഓക്കെ, അങ്ങോട്ടൊക്കെ പോകണം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കളിയെങ്കിലും ജയിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറ്റുവാണെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തോളാം, അല്ലെങ്കിൽ ജയിക്കത്തില്ല. ഒന്നെങ്കിൽ ജയിക്കോ, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ആ കുറേ ഡയമണ്ട് കിട്ടുന്നുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടെ. തോണ്ടെടുത്ത് നിൽക്കാൻ നിൽക്കുവണ്ട. നീ എന്തെങ്കിലും അറിഞ്ഞോടാ? അവനങ്ങ് നിൽക്കുവോ അവിടെ. ഓക്കെ, നീലയുടെ അടുത്തോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാരുടെ ബെഡങ്ങ് പൊട്ടിക്കണം. ബെഡ് ഇവന്മാർ ഫുൾ സേഫ്റ്റി കേട്ടാ. ഇവന്മാർ പൊട്ടന്മാരാണ് പിന്നെയും തെളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിക്കാം. അല്ല, എന്തൊരു മനസ്സിലായില്ല. എന്ത് ക്രൗച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. ഇവന്മാരെ ബെഡിലവിടെ പോയി. മിക്കതും ബെഡും ഇല്ല. എവിടെയെങ്കിലും ഉണ്ടോ? ഇവന്മാരതിനകത്തൊന്നും ഇല്ല. അല്ലല്ലേ ചേച്ചി, അവളൊന്നും. ഓക്കെ, 20 കോയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം. കുറച്ച് ബ്ലോക്ക് മേടിക്കണം. വേണ്ട, ഫോർഡ് ചെയ്താക്കാം. ആർമറും കൂടെ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ആക്കാം. നമ്മളത് പൈസ കിട്ടുന്നത് കുറച്ചുകൂടെ പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇനി അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം. ഓക്കെ, നമുക്കിനിയും ഗോൾഡ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കോയിൻ എടുത്തേക്കാം. ഓക്കെ, 2. ഓക്കെ, ഇനിയിപ്പോൾ അയൻ്റെയാണ് നമ്മളെ ഫുള്ള് അയൻ്റെ ആർമർ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആർമർ ക്യാമറയിൽ എന്താ മാറ്റാത്തത്? ഓക്കെ, നമ്മൾ ഫുള്ള് എന്തായി ഗോൾഡ് അയണല്ല ഗോൾഡ്. ഓക്കെ, നമ്മളെ കണ്ണാടിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് കണ്ണിനകത്തൊന്നും അടിക്കത്തില്ല. പക്ഷേ ഇവിടെ എന്ത് ഇവന്മാർ മൂടി വെച്ചേക്കുന്ന എനിക്ക് സംശയം. ഇതിനകത്ത് ബെഡൊന്നും ഇരിപ്പില്ല. എനിക്ക് തോന്നുന്നത് അവന്മാർ തോറ്റ് കാണും, അതായിരിക്കും. എടാ, ഇതെന്താണോ നീല വര? ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് പോകാം. അവിടെ പിങ്കൊക്കെ ഉണ്ട് ഇവിടെ. കൊള്ളാല്ല. അല്ല, ഇതിനകത്ത് ആരെയൊക്കെ നമ്മൾ കൊല്ലണ്ട? എനിക്കെന്താ സംശയം. ഡയമണ്ടാ എനിക്ക് കിട്ടി. 10 ഡയമണ്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആർമറുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്ഥലം. ഓക്കെ, ഇവിടെ അല്ലാതെ വേറൊരു സാധനം കാണാനില്ല. അങ്ങനെ ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഇതിനോടോട്ട് വെച്ചത് ഇതെല്ലാം കയറിയാൽ മതിയായിരുന്നു. വാ, നമുക്ക് പോവാം. ഇനിയിപ്പോൾ ആരുടെയൊക്കെ വിട്ട് പൊട്ടിക്കാനുണ്ട്. ഞാൻ എവിടെയൊക്കെ പോയി? റെഡിൻ്റെ അടുത്ത് പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ റെഡിൻ്റെ അടുത്തോട്ട് പോകാം. ഇതെന്താ ഫ്ലെയിം ബോംബ്. ഓക്കെ, നമുക്കപ്പോൾ ഇതെടുത്തിട്ട് അടിക്കാം അവന്മാരെ. അവന്മാർ ഒരാളാണ് നിൽക്കണത്. നമുക്കപ്പോൾ അവനറിയാതെ അങ്ങ് പോവാം. റെഡ് ബോട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല, കഴിഞ്ഞ കളിയിലാണ് പൊട്ടിച്ചത്. ഓക്കെ, അവന്മാർ 4 പേരുണ്ട്. നമുക്ക് പെട്ടെന്ന് നൈസിന് കയറി പൊട്ടിച്ച അവന്മാരുടെ ബെഡ്. അവന്മാരുടെ ബെഡ് എപ്പോഴും പൊട്ടിച്ചെന്നാണ് തോന്നുന്നത്. അവിടെ 32 കോയിൻ കിടക്കുന്നു. ചേച്ചിയെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഒരു ബോയും കൂടെ മേടിച്ചേക്കാം, അതും കൂടെ അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ, ബോയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻവെൻ്ററിക്കകത്തോട്ടും ബോയ് ഇരിക്കണത്. അപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി. ഇതെങ്ങനെ ബോ എടുക്കുന്നേ? ഓക്കെ, ബോ കിട്ടി. അതിന് വരുന്നവന്മാരൊക്കെ നമുക്ക് ദൂരേന്ന് അടിച്ചിടാം. ഇനിയിപ്പോൾ എവിടെ ആയിട്ടാണ് നമുക്ക് കയറാനുള്ളത്? എല്ലാ ബെഡും നമ്മൾ പച്ച പൊട്ടിച്ചായിരുന്ന അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ നോക്കാം. പച്ച ബെഡ് പൊട്ടിച്ചായിരുന്ന പച്ചയാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ചത്. എനിക്കറിഞ്ഞൂടെ ഞാൻ എന്തോ ചെയ്യുന്നു. നമുക്ക് കൈ സോഡും പിടിച്ചോണ്ടു, അതാണ് നല്ലത്. അയ്യോ, താഴെ പോവല്ലേ. എൻ്റെ ഗെയിം ചെറുതായിട്ട് ലാഗായി തുടങ്ങി. പച്ച പൊട്ടിച്ചാ
പച്ചയൊക്കെ ഇപ്പോൾ പൊട്ടിച്ചത് ഒക്കെ. പിന്നെ ഇവിടെ പൊട്ടിക്കാനുള്ള എല്ലാ ബെഡും പൊട്ടിച്ചാ? ഓ നോ, ഞാൻ താഴെ വീണു ഗൈസ്. ലാഗ് അടിച്ച് താഴെ പോയി ഗൈസ്. അത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര മതിയായിരിക്കും ഗൈസ്. കാര്യം ഇത് ഇതിനകത്തൊരു ഗൈസ് എൻ്റെ ബെഡ് ക്രാക്കായി. ഗെയിം ഓവർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഇപ്പോഴേ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബൈ.